രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തതോടെ കോൺഗ്രസ് നേതൃത്വം വെട്ടിലായി. രാഹുൽ സഭയിലെത്തിയതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഷാഫി പറമ്പിലടക്കം എ ഗ്രൂപ്പിൽ ഒരു വിഭാഗം രാഹുലിനെ പിന്തുണച്ചതോടെ തീരുമാനമെടുക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് KPCC നേതൃത്വം. ലൈംഗിക അതിക്രമ കേസിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ചാണ് നിയമസഭയിലെത്തിയത്. രാഹുൽ നിയമസഭയിലെത്തിയാൽ പ്രതിപക്ഷം പ്രതിരോധത്തിലാകുമെന്ന് വി ഡി സതീശൻ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ എതിർപ്പ് അവഗണിച്ചായിരുന്നു രാഹുൽ സഭയിൽ പ്രവേശിച്ചത്. ആദ്യ ദിനത്തിൽ ഭരണകക്ഷി അംഗങ്ങൾ മൗനം പാലിച്ചെങ്കിലും തുടർ ദിവസങ്ങളിൽ പ്രതിഷേധമുണ്ടാകും. ഈ സാഹചര്യത്തിൽ രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ ഇനി പങ്കെടുക്കരുതെന്നാണ് ഭൂരിഭാഗം നേതാക്കളുടെയും നിലപാട്. അതേസമയം ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ KPCC നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിയമസഭയിൽ അദ്ദേഹം ഒരു അംഗമാണ്. നിയമസഭയിൽ അദ്ദേഹത്തെ അംഗമാക്കി ജനങ്ങളാണ് തെരഞ്ഞെടുത്തത്. ഈ പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരാൾക്കൊപ്പം യൂത്ത് കോൺഗ്രസ് നേതാവ് എങ്ങനെ വരും പ്രസിഡന്റ്? അപ്പം കോൺഗ്രസ് സംരക്ഷിക്കുന്നില്ല അതിനർത്ഥം? ആ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നില്ല. ഷാഫി പറമ്പിലും എ ഗ്രൂപ്പിലെ പ്രബല വിഭാഗവും രാഹുലിന് സംരക്ഷണം തീർത്തതോടെ KPCC നേതൃത്വം പ്രതിസന്ധിയിലായി. രാഹുലിനെ തള്ളാനും കൊള്ളാനും കഴിയാത്ത അവസ്ഥയിലാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. രാഹുലിനെ മാറ്റി നിർത്തണമെന്നാണ് KC വേണുഗോപാലിന്റെയും രമേശ് ചെന്നിത്തലയുടെയും അഭിപ്രായം. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളുടെ മുനയൊടിക്കാൻ ഭരണപക്ഷം രാഹുലിനെ ആയുധമാക്കുമെന്നാണ് ഇവർ നൽകുന്ന മുന്നറിയിപ്പ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.